നമസ്കാരം. ആരോഗ്യ സേവയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജോൺ സാമുവലാണ്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല, പക്ഷെ ഡ്യുവൽ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ കോട്ടയം, അതിനെപ്പറ്റി ചിലപ്പോൾ ആ, ചുരുക്കം ചില ആളുകൾക്കെങ്കിലും അറിയാമായിരിക്കും. അതിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ ആണ് ജോൺ സാമുവൽ സാർ. നമസ്കാരം സാർ. പണ്ടത്തെ അപേക്ഷിച്ച് ഓട്ടിസത്തിനെ കുറിച്ച് കുറച്ചുകൂടി ആൾക്കാർക്ക് അവെയർ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഒരു സംശയമുണ്ട്. ഓട്ടിസവും ചില വേറെ മറ്റ് മെന്റൽ ഡിസോർഡേഴ്സിനെ പറ്റിയും ചില സംശയങ്ങളുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഓട്ടിസം അതെന്താണ് എന്നൊന്ന് പറയാം. ഓട്ടിസം എന്ന് പറയുന്നത് കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അപ്പം മെന്റൽ ഇൽനെസ് എന്ന് നമുക്കതിൽ പറയാൻ പറ്റില്ല. ഇതൊരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റൽ ഡിലേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഡെവലപ്മെന്റൽ ഡിലേ എന്ന് പറയുമ്പോൾ നമ്മൾ ബുദ്ധിവികാസക്കുറവെന്നോ അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷനോ എന്ന് പോലും അതിന് അർത്ഥമില്ല. കാര്യം ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് അവർ ബുദ്ധിയുള്ളവരാണ്. അവർ പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള പെരുമാറ്റവും ആശയവിനിമയം ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ്, അല്ലെ ബുദ്ധിമുട്ടാണ്. അവർ പ്രധാനമായിട്ട് അവരെ മറ്റുള്ള ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിൽ നിന്നും നമുക്ക് വേർതിരിച്ച് കാണുന്ന രണ്ട് കാര്യങ്ങൾ. പലപ്പോഴും ഈ ഓട്ടിസം ആയിട്ടുള്ള കുട്ടികള് പലപ്പോഴും പറയാറുണ്ട്, ഈ ഗർഭാവസ്ഥയിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ, മാത്രമല്ല ചെറുപ്പത്തിലെ, അതായത് ജനിക്കുമ്പോ തന്നെ നവജാത ശിശുക്കളിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ഇതിന്റെ ഒരു, നമുക്ക് ഫസ്റ്റ് ഒരു സൈൻ എന്താണ് ഇതിന്റെ? ഇതൊരു ഓട്ടിസ്റ്റിക് കുട്ടിയാണെന്ന് എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഓട്ടിസം ഉള്ള എല്ലാ കുട്ടികളെയും നമുക്കിപ്പോൾ ജനിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. അതൊരു സാധാരണ കുട്ടിയെ പോലെ തന്നെയായിരിക്കും അവർ ജനിക്കുന്നത്. യഥാസമയത്ത് തന്നെ അവർ കഴുത്തുറച്ച് പിടിക്കാനും ഇരിക്കാനും മുട്ടയെ വലിയാനും നടക്കാനും ഒക്കെ തുടങ്ങുന്നവരാണ്. സാധാരണ കുട്ടികളെ പോലെ തന്നെ ഒരു വയസ്സാകുമ്പോൾ തന്നെ, അല്ലെ 13 മാസം 14 മാസം ആകുമ്പോൾ തന്നെ ഒരു കൈ പിടിക്കാതെ തന്നെ നടക്കാൻ തുടങ്ങും, സ്റ്റെപ്പ് കയറാനൊക്കെ തുടങ്ങും. ചില കുട്ടികൾ സംസാരിക്കാനും തുടങ്ങും. അതുപോലെ നമ്മൾ മുഖത്തേക്ക് നോക്കാനും സാമൂഹികമായിട്ട് റെസ്പോണ്ട് ചെയ്യാനും തുടങ്ങുന്നവരാണ്. ഈ കൂടുതൽ കുട്ടികളും ഈ 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്കാണ് ഈ സംസാരിക്കുന്ന കാര്യത്തിൽ അവർ പിന്നോക്കം പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കുട്ടി വിളിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്നില്ല, അവന്റെ സ്വന്തം ലോകത്ത് എന്ന പോലെ പെരുമാറുക, ആളുകൾ വിളിച്ചാലെന്നുള്ള ഒരു പ്രതികരണം ഇല്ല, പ്രത്യേക രീതിയിലുള്ള ചില ചേഷ്ടകളും ബിഹേവിയേഴ്സും, കുട്ടി റെപ്പറ്റേറ്റീവ് ബിഹേവിയേഴ്സ് എന്ന് പറയും, സ്റ്റീരിയോടിപ്പിക്കൽ ബിഹേവിയേഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. കൈ 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 ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്യുന്ന പോലുള്ള ചില ചേഷ്ടകൾ, വിരൽ നോക്കുന്ന പോലുള്ള ചില ചേഷ്ടകൾ, കണ്ണൊരു പ്രത്യേക രീതിയിൽ സൈഡിലേക്ക് ഇങ്ങനെ കോർണറിലേക്ക് നോക്കുക. അതുപോലെ കളിപ്പാട്ടങ്ങൾ സാധാരണ കുട്ടികൾ കളിക്കുന്നത് പോലെ അല്ല. അവര് സാധാരണ കുട്ടികൾ ഉരുട്ടി കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ, അത് മൊബൈലായിട്ടുള്ള ടോയ്സ് ഉരുട്ടി കളിക്കുന്നു, അല്ലെങ്കിൽ കിലുക്കി നോക്കുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കളിക്കുന്നു. അല്ലെങ്കിൽ ആ കളിപ്പാട്ടങ്ങൾ സാധാരണ കുട്ടികൾ കളിക്കുന്ന പോലെ ഒരു ഇമാജിനേഷൻ ഉപയോഗിച്ച് കളിക്കാതെ ഒന്നിലത് അടിച്ച് ശബ്ദം ഉണ്ടാക്കുകയോ അല്ലെ ഒരു വരിയായിട്ട് നിരത്തി വെക്കുകയോ അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള കളികൾ ഒരു സങ്കല്പിച്ചോ ഇമാജിനേഷൻ ഉപയോഗിച്ച് കളിക്കാതെ അവര് ഒരു വളരെ എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും അവർ കളിക്കുന്നത്. മറ്റു കുട്ടികളുമായിട്ടോ ആളുകളുമായിട്ടോ സാമൂഹികമായിട്ട് ഇടപെടാനുള്ള കഴിവുണ്ടായിരിക്കുകയില്ല. വിളിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുകയില്ല, മുഖത്തേക്ക് നോക്കുകയില്ല, നമ്മൾ ആളുകളെ ശ്രദ്ധിക്കാത്ത പോലെ തന്നെ പെരുമാറുക, അവരുടെ ലോകത്തെന്ന പോലെ തന്നെ പെരുമാറുക. ആവശ്യങ്ങൾ, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അതാണ്, സംസാരിക്കുകയില്ല, നമ്മൾ ആവശ്യങ്ങൾ പറയത്തില്ല, നമ്മളെ ചൂണ്ടിക്കാണിക്കത്തുമില്ല. അവര് കയ്യെ വലിച്ചുകൊണ്ടൊക്കെ നമ്മളെ എവിടെയാണോ എന്താണോ ആവശ്യം അവിടേക്ക് കയ്യെ വലിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം എന്ന് പറയല്ല, അത് ചൂണ്ടിക്കാണിക്കത്തുമില്ല. നമ്മൾ പേര് വിളിച്ചാൽ നോക്കും, നമ്മൾ ചോദിക്കുന്നതിന് ഒരു പ്രതികരണം ഉണ്ടാവില്ല. ഇവൻ സംസാരിച്ച് തുടങ്ങുന്ന കുട്ടികൾ പോലും ഈ 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ 1-2 മാസങ്ങൾ കൊണ്ടായിരിക്കും പെട്ടെന്ന് ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ചേഞ്ച് അവരിൽ കണ്ടുവരുന്നത്. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അതിനാവശ്യമുള്ള എന്താ പറയുക പ്രതിവിധികളിലേക്ക് പോകേണ്ടത്. സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാവും, അത് സംസാരിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാണ്, പെട്ടെന്ന് ഇങ്ങനെ സംസാരം നിർത്തുന്നു, അല്ലെങ്കിൽ അത്രയും നമ്മളെ നന്നായി നോക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ഒരു 2 വയസ്സ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് നമുക്ക് ക്യൂറബിൾ അല്ലേ എന്നൊരു ചോദ്യം വരുമല്ലോ എപ്പോഴും. തീർച്ചയായിട്ടും നമ്മൾ ക്യൂറബിൾ എന്ന് ചോദിക്കുമ്പോൾ നമുക്കിത് ഒരു മെഡിസിൻ കൊടുത്ത് നമ്മൾ ചികിത്സിക്കുന്ന പോലെ, ഒരു സർജറി ചെയ്ത് ചികിത്സിക്കുന്ന പോലുള്ള ഒരു മെഡിക്കൽ മോഡൽ ചികിത്സ അല്ല ഇതിന് വേണ്ടത്. ഇതൊരു ഡെവലപ്മെന്റൽ പ്രോബ്ലം ആണ്. അപ്പം ഡെവലപ്മെന്റൽ മോഡൽ ട്രീറ്റ്മെന്റ് ആണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇത് 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ആ ഒരു കുട്ടിയുടെ DNA-യിലുള്ള ആ ഒരു ജീൻ അതിന്റെ സവിശേഷ സ്വഭാവം പ്രകടിപ്പിച്ചു തുടങ്ങുന്നത് ഒരു പക്ഷേ ആ പ്രായത്തിലായിരിക്കാം. മനസ്സിലായല്ലേ? അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് മെഡിക്കൽ മോഡൽ ട്രീറ്റ്മെന്റ് അല്ല വേണ്ടത്,
ഈ കുഞ്ഞിന് സംസാരിക്കാനും ശ്രദ്ധിക്കാനും ആളുകളുമായിട്ടും കുട്ടികളുമായിട്ടും ഇടപെടാനുള്ള ഒരു പ്രതികരണ ശേഷി ഡെവലപ്പ് ചെയ്യാനുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെറാപ്പികൾ അല്ലെങ്കിൽ ഏർലി ഇന്റർവെൻഷൻ ആണ് ഇതിന് വേണ്ടത്. അങ്ങനെയുള്ള ഏർലി ഇന്റർവെൻഷൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ മുഖ്യധാരയിൽ എത്തിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ. അതാ ഞങ്ങൾക്ക് ഈ ഓട്ടിസം അവയർനെസ് ഡേയുടെ ഭാഗമായിട്ട് കൊടുക്കാനുള്ള ഒരു സന്ദേശം അതാണ്. ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഇന്റർവെൻഷൻ. ഏറ്റവും ചെറിയ പ്രായത്തിലെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്കിതിന് പരിഹാരമുണ്ട്. അപ്പോൾ ഏർലി ഡിക്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 5 പോയിന്റ് അല്ലെങ്കിൽ കുറച്ച് പോയിന്റുകൾ നമുക്ക് നമ്മുടെ പാരന്റ്സ് ഇപ്പോൾ പുതുതായിട്ട് പാരന്റ് ആവുന്ന കപ്പിൾസിന് വേണ്ടി നമുക്ക് എങ്ങനെ അഡ്വൈസ് ചെയ്യാം? എന്തൊക്കെയായിരിക്കണം ഒരു പോയിന്റ് കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികളിലെ ഇത്തരം മാറ്റങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പേരൻസ് എപ്പോഴും, ഇന്നത്തെ കാലത്തെ പേരൻസ് എപ്പോഴും തിരക്കുള്ളൊരു ജീവിതശൈലി പിന്തുടരുന്നവരാണ്. കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ പലർക്കും കിട്ടുന്നില്ല. അപ്പം ആദ്യം പേരൻസ് ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ഏറ്റവും വാല്യുബിൾ. പേരന്റിന് കുട്ടിയായിട്ട് ചെലവഴിക്കുന്ന സമയത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മുടെ കുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കുക, അവന്റെ വളർച്ചയിലുള്ള മാറ്റങ്ങൾ, അവന്റെ ഡെവലപ്മെന്റ്സ് കൃത്യമായി അവൻ നേടിയെടുക്കുന്നുണ്ടോ എന്നുള്ളവനെ ഒബ്സർവ് ചെയ്യുക. മനസ്സിലായല്ലേ? അത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കുട്ടി ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്ന പല ഡൊമൈൻസ് ഉണ്ട്. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇരിക്കാനും നടക്കാനും കൈകൊണ്ട് വസ്തുക്കൾ എടുക്കാനുള്ള കഴിവ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ബുദ്ധിവികാസം, പ്രായത്തിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും ബുദ്ധിപരമായി കാര്യങ്ങൾ തിരിച്ചറിയാനും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കഴിവ്. 3 ലാംഗ്വേജ് ഡെവലപ്മെന്റ്, സംസാര ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ്. 4 സോഷ്യൽ ഡെവലപ്മെന്റ്, സാമൂഹികമായി ഇടപെടാനും മറ്റു ആളുകളുമായിട്ട് കൂട്ടുകൂടാനും കുട്ടികളുമായിട്ട് കൂട്ടുകൂടാനും കളിക്കാനുള്ള കഴിവ്. അങ്ങനെ 7-8 ഡൊമൈൻസ്, ഡെവലപ്മെന്റൽ ഡൊമൈൻസ് ഉണ്ട്. ഇത് നമ്മൾ പണ്ട് കാലത്ത് നമ്മളുടെ ഗ്രാൻഡ് പേരൻസിനോടൊപ്പം ഒക്കെ കൂട്ടുകുടുംബങ്ങൾ ജനിച്ച് ജീവിച്ച് വളർന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ്സ് കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ടോ, കുട്ടികളായിട്ട് കൂട്ടുകൂടുന്നുണ്ടോ, ഇടപെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയാറുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്യുക. കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ്സിൽ എന്തെങ്കിലും ഒരു പോരായ്മ, ഡിലേ കാണുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ അവരെ ഒരു സ്ക്രീനിങ്ങിന് വിധേയനാക്കുക. ചൈൽഡ് ഡെവലപ്മെന്റൽ സ്ക്രീനിങ് അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റൽ അസസ്മെന്റ്സ് എന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റ് ജുവൽ ഓട്ടിസം സെന്റർ പോലെയുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററുകളിൽ അത് അവൈലബിൾ ആണ്. ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ ഉണ്ടോ, ചിലപ്പം നമുക്ക് ഇതൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് പോലും നമുക്ക് ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ചില സ്ക്രീനിങ് ആപ്പുകളുണ്ട്. ജുവലിലെ തന്നെ ഒരു ചൈൽഡ് ഡെവലപ്മെന്റൽ സ്ക്രീനിങ് ആപ്പ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ, പ്രൈമറി ലെവൽ സ്ക്രീനിങ് അതിൽ തന്നെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കുട്ടിക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ടോ എന്നുള്ള അറിയാനാണത്. പലപ്പോഴും ഹോസ്പിറ്റൽസിലൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ഓട്ടിസം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഹോസ്പിറ്റലുകളിലൊക്കെ കുറവാണ്. ഈ ഓട്ടിസ്റ്റിക് ആയ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഒരുപാട് സ്കൂൾസ് ഒക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടെങ്കിൽ പോലും അതും കനത്ത ഫീസിലൊക്കെയാണ്. പക്ഷെ അത് അപ്പാർട്ട് അതൊക്കെ. പക്ഷെ എന്നാൽ പോലും ഈ ചികിത്സിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഒരു വയസ്സ് 2 വയസ്സായ കുട്ടിക്ക് അങ്ങനെ ഓട്ടിസ്റ്റിക് ആണ് എന്ന് അറിഞ്ഞാൽ ഈ ഇപ്പൊ ജുവൽ ഓട്ടിസ്റ്റിക് സെന്റർ പോലെ ഒരു ഓട്ടിസ്റ്റിക് സെന്ററുകളുടെ കുറവ് പ്രത്യേകിച്ച് സർക്കാർ തലത്തിലൊക്കെ അങ്ങനെ വരേണ്ട ഒരു ആവശ്യകത ഇല്ലായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഏകദേശം ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് വളരെ കുറച്ച് കുട്ടികൾക്ക് ഓട്ടിസം പോലെയുള്ള ഈ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് നമ്മൾ കാണാറുണ്ടായിരുന്നുള്ളൂ. ഏകദേശം എനിക്ക് തോന്നുന്നു 1980-ലോ അല്ലെ 90-ലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 10,000-2,000 കുട്ടികൾ ഒരാൾക്കേ ഉള്ളായിരുന്നു ഓട്ടിസം. പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട്, ഇപ്പം അടുത്ത കാലത്ത് നടത്തിയ പഠനങ്ങൾ നമ്മുടെ ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് 61 കുട്ടികൾ ഒരാൾക്ക് ഓട്ടിസം ഉണ്ട്. അല്ലെങ്കിൽ ചില സ്റ്റഡീസ് പറയുന്നത് 52 കുട്ടികൾ ഒരാൾക്ക് ഓട്ടിസം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം വളരെ കോമൺ ആയി. കാര്യം പണ്ട് കാലത്ത് കുഞ്ഞുങ്ങൾ വളരുന്ന പോലെയാണ് അല്ലേ, ആ ഒരു സമയത്ത് കിട്ടിയിരുന്ന ഒരു സ്റ്റിമുലേഷൻ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പം ഈ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് മെഡിക്കൽ മോഡൽ പ്രോബ്ലം ഉള്ള കണ്ടീഷൻസിനാണ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്. ഞാൻ പറഞ്ഞത് സർജറിയോ മരുന്ന് കൊടുത്തിട്ടുള്ള ചികിത്സകളോ, നമ്മൾ ശാരീരിക അസുഖങ്ങൾക്കാണ് ഹോസ്പിറ്റലിൽ പൂർണ്ണമായിട്ടും അവർ ചികിത്സ കൊടുക്കുന്നത്. പക്ഷേ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെയുള്ള ഡെവലപ്മെന്റൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി കൂടിയതിന്റെ ഭാഗമായിട്ട് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും അതുപോലെ തന്നെ BRCകളിലൊക്കെ ഈ പ്രൈമറി ലെവൽ ഈ കുട്ടികളുടെ ഒരു ഡെവലപ്മെന്റ്സ് സ്ക്രീൻ ചെയ്യാനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചറിയാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും നമുക്കിന്നുണ്ട്. സ്കൂളുകളിലായാലും ഗവൺമെന്റ് അവരെ മുഖ്യധാരയിൽ തന്നെ ചേർത്ത് പഠിപ്പിച്ചോളണം എന്നുള്ള നിയമങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അഡ്വക്വേറ്റ് നമ്പർ ഓഫ് പ്രൊഫഷണൽസിന്റെ ലഭ്യതയില്ല. ഇപ്പൊ നമ്മൾ ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത് ഇതിലൊരു കീ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഒക്യുപേഷണൽ തെറാപ്പി പഠിച്ചിറങ്ങി വരുന്ന പ്രൊഫഷണൽസ് ഉള്ള കോളേജുകൾ കേരളത്തിൽ ഇപ്പോഴും തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോഴും പ്രൊഫഷണൽസ് പഠിച്ചിറങ്ങി പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ നമുക്ക് അഡ്വക്വേറ്റ് നമ്പർ ഓഫ് പ്രൊഫഷണൽസിന്റെ എണ്ണം വളരെ കുറവാണ്.
സെൻസറി ഇൻ്റഗ്രേഷൻ ലൈസൻസ്ഡ് ഉള്ള അല്ലെങ്കിൽ സെൻസറി ഇൻ്റഗ്രേഷൻ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റുകൾ, എന്താ പറയുക ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ, അങ്ങനെയുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കേണ്ട ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് കൂടുതൽ വേണം. ഈ മേഖലയിൽ കൂടുതൽ ഇവരെ ട്രെയിൻ ചെയ്യുന്ന, വിദ്യാഭ്യാസം ചെയ്ത് പഠിച്ചിറങ്ങാനുള്ള പ്രൊഫഷണൽ കോളേജുകളും സൗകര്യങ്ങളും കൂടുതലായിട്ട് വേണം എന്നുള്ളതാണ് എനിക്കതിൽ എൻ്റെതായിട്ടുള്ളൊരു അഭിപ്രായം പറയാനുള്ളത്. ഈ പലപ്പോഴും സംശയം വരുന്നത്, ഇപ്പൊ ഡോക്ടർ തന്നെ സൂചിപ്പിച്ചു ഇവരെ മെയിൻ സ്ട്രീം സ്കൂളിലേക്ക് പഠിപ്പിക്കണം എന്നൊക്കെ. പക്ഷെ അതെ, അങ്ങനെ മെയിൻ സ്ട്രീം സ്കൂളിലേക്ക് ഇവരെ പഠിപ്പിക്കാൻ പറ്റുമോ? മാത്രമല്ല സാധാരണ ഒരു കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്നത് പോലെ തന്നെ അത്തരം കെയറുകളിലൂടെ തന്നെയാണോ നമുക്ക് ഈ ഓട്ടിസ്റ്റിക് ആയ കുട്ടികൾ അവരെങ്ങനെയാണ് ഒരു സ്പെഷ്യൽ കെയർ അവർക്ക് കൊടുക്കണോ? തീർച്ചയായിട്ടും അവർക്ക് സ്പെഷ്യൽ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവർക്ക് ആവശ്യമുള്ള തെറാപ്പികൾ നമ്മൾ കൊടുക്കണം. ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ തെറാപ്പികൾ, അത് 1:1 തെറാപ്പികളാണ്. അത് നമ്മൾ കൊടുത്തുകൊണ്ട് അവരെ വിടേണ്ടത് സ്പെഷ്യൽ സ്കൂളിലല്ല, മെയിൻ സ്ട്രീം സ്കൂൾ, മുഖ്യധാര സ്കൂളുകളിൽ തന്നെ വേണം അവർ പഠിച്ചു പോകാൻ. എങ്കിലേ അവർക്കൊരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് മുഖ്യധാരയിലേക്ക് കടന്ന് അവർ സ്വയം പര്യാപ്തരായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ നീഡ്സ് ഉള്ള കുഞ്ഞുങ്ങൾ സാധാരണ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അവരോടൊപ്പം ഈ സാധാരണ കുട്ടികളോടൊപ്പം ഇരുന്ന് പഠിക്കാനുള്ള സ്കൂളുകളിൽ തന്നെ അതിനുള്ള അക്കോമഡേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് ആവശ്യമുള്ള അഡാപ്റ്റീവ് ആയിട്ടുള്ള എല്ലാ മെഷേഴ്സും അവർ എടുത്തിട്ടുണ്ട്. പ്രൊഫഷണൽസിനെ ഈ മുഖ്യധാര സ്കൂളുകളിൽ തന്നെ അവർ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലേ? മെയിൻ സ്ട്രീമിങ്ങിന്റെ ഭാഗമായിട്ട് അവർക്ക് ഈ പറയുന്ന അത്. പക്ഷെ നമ്മുടെ ഗവൺമെന്റും അതേ ഒരു ഈ ഫിലോസഫി തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ BRC വഴിയും അതുപോലെ നമ്മളുടെ ഗവൺമെന്റ് സ്കൂളുകളിലും ASD അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറോ മറ്റൊരു ഭിന്നശേഷിയുള്ള ഒരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാനും സാധാരണ കുട്ടികളോടൊപ്പം ഇരുന്ന് പഠിക്കാൻ ആവശ്യമുള്ള നിയമം ഇന്ന് നമുക്കുണ്ട്. അതിനുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് അതിനുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. BRC വഴി പല സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും ഇപ്പൊ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇവര് തീർച്ചയായിട്ടും മെയിൻ സ്ട്രീം സ്കൂളിൽ തന്നെ പഠിച്ചു വന്നാലേ അവർ മുഖ്യധാരയിലേക്ക് കടന്നു വരുള്ളൂ. അപ്പൊ അവർക്ക് ആവശ്യമുള്ള തെറാപ്പികൾ മെയിൻ സ്ട്രീം സ്കൂളിലോ അല്ലെങ്കിൽ പുറത്തോ നമ്മൾ സ്പെഷ്യലായിട്ട് അതിനോടൊപ്പം കൊടുത്താൽ മതി. ഈ ജുവൽ ഓട്ടിസ്റ്റിക് സെന്ററെ കുറിച്ചൊന്ന് പറയാമോ? പലപ്പോഴും ഒരുപാട് പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും, എങ്കിലും എന്തൊക്കെയാണ് അവിടുത്തെ ഒരു പ്രവർത്തന രീതികൾ എന്നൊക്കെ ഒന്ന് പറയാം. ജുവൽ ഓട്ടിസം സെന്റർ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ മേഖലയിലുള്ള ചൈൽഡ് ഡെവലപ്മെന്റൽ ഫീൽഡ് ഈ പ്രൊഫഷണൽസ് പ്രാക്ടീസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെന്ററാണ്. ഏകദേശം ഒരു 150 പ്രൊഫഷണൽസ് ഒരേ സെന്ററിൽ, ഈ ഡോക്ടേഴ്സ്, മെഡിക്കൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, പീഡിയാട്രിക് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ചൈൽഡ് സൈക്കോളജിസ്റ്റ്, ബിഹേവിയർ തെറാപ്പിസ്റ്റുകൾ, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, ഒരു ടീമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ടീം ഓഫ് പ്രൊഫഷണൽസ്, ഈ 150 നമ്പേഴ്സ് ഉള്ള ഒരു ടീം ഓഫ് പ്രൊഫഷണൽസ് ആണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. 2008 ഈ സ്ഥാപനം നമ്മൾ ജുവൽ ഓട്ടിസം സെന്റർ ഇന്ത്യയിൽ തുടങ്ങിയത്. ഇപ്പോൾ ഇന്ത്യയിലും ദുബായിലുമായിട്ട് ദുബായിലും ഇതിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഏകദേശം 35 രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മളെല്ലാ ട്രീറ്റ്മെന്റ് പ്രോഗ്രാംസ് 1:1 കൂടുതലും മെജോറിറ്റി ഓഫ് അവർ ട്രീറ്റ്മെന്റ് പ്രോഗ്രാംസ് ഒരു കുട്ടിക്ക് ഒരു തെറാപ്പിസ്റ്റ്, ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയിലാണ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഈ സ്ഥാപനം ജുവൽ ഓട്ടിസം സെന്റർ തുടങ്ങിയ നാൾ മുതലേ ഈ പേരന്റിനെ കൂടെ ഇരുത്തിയിട്ടാണ് നമ്മളുടെ കുഞ്ഞിന്റെ പരിശീലനം പൂർണ്ണമായിട്ടും ചെയ്യുന്നത്. അതായത് ഫാമിലി ഓറിയന്റഡ് ആയിട്ട്. ഈ പാരന്റ് ഒരു കുട്ടിയായിട്ട് വരുമ്പോൾ ഈ പാരന്റിന് മുഴുവൻ സമയം കാണാൻ പറ്റും കുട്ടിയെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് വീട്ടിൽ പോയി കുഞ്ഞിനെ എങ്ങനെയാണ് ട്രെയിനിങ് എങ്ങനെ തുടരേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് പേരന്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നമ്മളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും വീട്ടിൽ പോയി എന്താ ചെയ്യേണ്ടത്. കാര്യം ഈ സംസാരം, പെരുമാറ്റം, ശ്രദ്ധ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് 24/7 വേണ്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ ട്യൂഷൻ പോലെ പോയി 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒരാഴ്ചയിൽ പോയി ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമല്ല. നിത്യജീവിതത്തിൽ ഉടനീളം ഇത് വേണ്ടതാണ്. അപ്പം ഈ രക്ഷകർത്താവ് അല്ലെങ്കിൽ മാതാവ് ഒരു നല്ല തെറാപ്പിസ്റ്റ് ആയിട്ട് വളർന്നു വരണം. അവര് ഈ തെറാപ്പിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കാനും, കുട്ടി സുരക്ഷിതനായിട്ടാണോ ഈ കുഞ്ഞിന്റെ പരിശീലനം നടക്കുന്നത്, കുഞ്ഞിന് നമ്മൾ ഇതിനായിട്ട് എൻ്റെ പ്രായോഗിക സമയവും പണവും മുടക്കി ഞാൻ ഈ കുട്ടിയെ പരിശീലിപ്പിക്കുന്നത് 1 ദിവസം 2 ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, മാസങ്ങൾ എടുക്കുന്ന ഒരു കാര്യങ്ങൾ. അപ്പം ശാസ്ത്രീയമായിട്ട് കുഞ്ഞിന് ആവശ്യമുള്ള പരിശീലനം കിട്ടുന്നുണ്ടോ, അതിനു വേണ്ടിയിട്ട് നല്ല പരിശീലകരാണോ ആ കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നത്, ശാസ്ത്രീയമായിട്ട് അത് വിലയിരുത്തപ്പെടുന്നുണ്ടോ, പ്രോപ്പർ അസസ്മെന്റ്സും ഫോളോ അപ്പും അല്ലെങ്കിൽ പ്രോഗ്രസ് ഇവാലുവേഷൻസും നടക്കുന്നുണ്ടോ, ഒരു പേരന്റ് എന്നുള്ളതിൽ ഞാൻ എന്താണ്, എൻ്റെ റോൾ എന്താണ്, ഞാൻ എന്താണ് ഇതിൽ ചെയ്യേണ്ടത്. കാര്യം പേരന്റ് വളരെ ഒരു
ക്രൂഷ്യൽ റോൾ തന്നെ ഉണ്ട്. പാരന്റും തെറാപ്പിസ്റ്റും കുഞ്ഞുമായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ കുഞ്ഞിന് സമഗ്രമായിട്ടുള്ളൊരു വികാസം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പം ജുവലിൽ എപ്പോഴും ഈ പാരന്റിനെ കൂടെ ഇരുത്തി അവരോടൊപ്പം അവരല്ല ചെയ്യുന്നതെങ്കിലും അവർക്ക് പൂർണ്ണമായിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാവുന്ന തരത്തിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് നമ്മൾ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസറി ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തഡോളജി നമ്മളിവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓട്ടിസം ഉള്ള കുട്ടികൾ പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്നത് അവർക്ക് സെൻസറി ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയും. അതായത് കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശനം ഇങ്ങനെയുള്ള പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മുടെ ബ്രെയിനിലേക്ക് പുതിയ ഇൻഫർമേഷൻസ് കിട്ടുന്നത്. അത് ശരിയായിട്ട് പ്രോസസ്സ് ചെയ്യാനുള്ളൊരു കഴിവ് ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുമ്പോൾ കേൾക്കുന്നുണ്ടെങ്കിലും അവരുടെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ചെയ്യുകയോ അവർ പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല, കേൾക്കാത്ത പോലെ. അപ്പൊ തുടക്കകാലങ്ങളിൽ നമ്മൾ പോയി ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യും. ഈ കുഞ്ഞ് കേൾക്കാത്തതുകൊണ്ടാണോ സംസാരിക്കാത്തത്? കുഞ്ഞ് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, പക്ഷെ കാണുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ബ്രെയിൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല. കണ്ടിട്ടും കാണാത്തവരെ പോലെ തന്നെ ഇരിക്കുന്നു, കേട്ടിട്ടും തിരിച്ച് പ്രതികരിക്കാത്ത പോലെ തന്നെ പെരുമാറുന്നു. അപ്പോൾ അതിന്റെ പ്രധാന പ്രശ്നം ഈ ബ്രെയിൻ ഈ സെൻസറി റിസപ്റ്റേഴ്സും കിട്ടുന്ന ഇൻഫർമേഷൻ ശരിയായിട്ട് പ്രോസസ്സ് ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ സെൻസറി ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ സെൻസറി ഇന്റഗ്രേഷൻ ശരിയായിട്ട് നടക്കാത്തതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ സെൻസറി ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻസറി ഇന്റഗ്രേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ആണ് നമ്മൾ ഈ ജുവൽ ഓട്ടിസം സെന്ററിൽ ചെയ്യുന്നത്. അതിന് സർട്ടിഫൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സതേൺ കാലിഫോർണിയയിൽ പോയി സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പി പ്രോട്ടോകോൾസ് നമ്മൾ ഫോളോ ചെയ്ത് 100% ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്രോഗ്രാമും നമ്മൾ ഫോളോ ചെയ്തു. അപ്പൊ അങ്ങനെ പേരന്റ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് അവരുടെ ഫാമിലിയിലേക്ക് ഇപ്പൊ ഈ കുഞ്ഞിനെ ട്രെയിൻ ചെയ്യുന്ന രീതി അവരുടെ ഫാമിലി ലെവലിൽ അത് കൊണ്ടുവരാനും കഴിയുന്നുണ്ട്. ഇപ്പോ മെഡിക്കൽ ഫീൽഡ് തന്നെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. പലപ്പോഴും പല മിസ്റ്റേക്സുകൾ ഡോക്ടർമാരുടെ ആണ്, ആരോഗ്യ പ്രവർത്തകരുടെ അനാസ്ഥ കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതൊക്കെ പറയുന്നതാണ് മെഡിക്കൽ ഫീൽഡ്. നമുക്കറിയാം മെഡിക്കൽ ഫീൽഡ് നേടുന്ന പ്രതിസന്ധികളൊക്കെ നമുക്കറിയാം. ആ കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു ഓട്ടിസ്റ്റിക് സെന്റർ 1:1 എന്ന തരത്തിൽ ഒരു കുട്ടിക്ക് ഒരു ഡോക്ടർ എന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് എന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ എത്രയൊക്കെ പ്രതിസന്ധികൾ അതിജീവിച്ചിട്ടുണ്ടാകുമെന്ന് ഊഹിക്കാം. എന്നാലും ഡോക്ടർ ഒന്ന് പറയാമോ? കാര്യം ഇത് ജുവൽ ഓട്ടിസം സെന്റർ തുടങ്ങുന്നത് 2008 ആ സമയത്ത് ഞാൻ ലോകാരോഗ്യ സംഘടനയിലെ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചെന്നൈയിൽ വർക്ക് ചെയ്യായിരുന്നു. അതിൽ ഈ കടലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സുനാമി റീഹാബിലിറ്റേഷൻ, സുനാമി വിക്ടിംസിന് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഫാമിലീസിൽ പോയി അവരുടെ മാനസിക പ്രശ്നങ്ങൾ അത് ചികിത്സിക്കുകയും അതിന്റെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമുകളുടെ പ്രോജക്റ്റുകൾ വർക്ക് ചെയ്യുന്ന ഒരു കാലത്താണ് ഈ കോട്ടയത്തുള്ള ഒരു 3-4 പേരൻസ് എന്നെ വന്ന് കാണുകയും അവര് കുറച്ച് വിദ്യാഭ്യാസമുള്ള പേരൻസ് ആണ്, അവരുടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പി പ്രോഗ്രാമുകൾ വേണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ റിക്വസ്റ്റ് ചെയ്താണ് നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാം, നമ്മൾ ജനിച്ച സ്ഥലത്ത് നമ്മൾ മനസ്സിലായല്ലേ, ഇങ്ങനൊരു നമ്മുടെ ജനിച്ച നാട്ടിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം. അന്നും ഈ 2008 ഓട്ടിസം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ മെഡിക്കൽ ഡോക്ടേഴ്സിന് പോലും അതിനെപ്പറ്റി വിശദമായിട്ടൊന്നും അറിയില്ല. ഇപ്പം അന്ന് ആ കാലത്ത് ഡോക്ടേഴ്സിന്റെ കുട്ടികൾ വരുമ്പോൾ പോലും ഈ കുട്ടികൾക്ക് ഓട്ടിസം ആണെന്ന് പറയുമ്പോൾ പലപ്പോഴും അവർക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല, മനസ്സിലായി. അത് മാത്രമല്ല, ഈ മെന്റൽ റിട്ടാർഡേഷനോ ഓട്ടിസോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഈ മരുന്ന് കൊടുത്തുള്ള ചികിത്സ മാത്രമേ അന്ന് അവൈലബിൾ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ 6 വയസ്സാകുമ്പോൾ സ്കൂളിൽ പോയി സാധാരണ കുട്ടികളോടൊപ്പം പഠിക്കാൻ കഴിയാതെ വരുമ്പോൾ സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുക. ഇപ്പൊ ജീവിതകാലം മുഴുവൻ അവർക്ക് ഈ സ്പെഷ്യൽ സ്കൂളിലെ 4 ചുവരുകളിലോ അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയാത്ത ഒരു ലോകത്തേക്ക് പോകുന്ന ഒരു കാലമാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന സമൂഹത്തിൽ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാനും ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാനും സമയമെടുക്കും. അപ്പൊ ഈ 4 കുഞ്ഞുങ്ങൾ, ആദ്യമായി വന്ന കുഞ്ഞുങ്ങൾ, അവർ ചുരുങ്ങിയ കാലയളവിൽ തന്നെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സ്കൂളിൽ പോകാനും തുടങ്ങിയപ്പോൾ തന്നെ അത് വലിയൊരു ആശ്വാസം പേരൻസിനായി. ഒരുപാട് പേരൻസ് ഇതിലേക്ക് കടന്നു വരാനും ഈ ലോകാരോഗ്യ സംഘടനയിലെ ജോലി ലീവിലായിരുന്ന ആ ജോലി പൂർണ്ണമായിട്ടും എനിക്കത് ഉപേക്ഷിച്ചിട്ട് ഇതിലേക്ക് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാനും ഈ സ്ഥാപനം വലിയൊരു നിലയിലേക്ക് ഒരാളെന്നുള്ള നിലയിൽ തുടങ്ങിയ ഒരു സ്ഥാപനം. എന്നിട്ട് ഈ പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസറി ഇന്റഗ്രേഷൻ എക്യുപ്മെന്റ്സ് ഒന്നും അവൈലബിൾ അല്ല. അന്ന് എൻ്റെ മൂത്ത ബ്രദർ അമേരിക്കയിൽ ടെക്സസിൽ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ട് അവിടുന്ന് കുറെ ഞാൻ ഇമ്പോർട്ട് ചെയ്യിപ്പിച്ചിട്ടൊക്കെയാണ് ഈ ഒരു സെറ്റിംഗ് ഇവിടെ തുടങ്ങുന്നത്. അന്ന് എനിക്ക് കൂടെ വർക്ക് ചെയ്യാൻ പ്രൊഫഷണൽസ്, അന്ന് ഈ മേഖലയിൽ പഠിച്ച പ്രൊഫഷണൽസ് ഇല്ല.
ആകെയുള്ളത് സൈക്യാട്രിസ്റ്റുകളോ സ്പെഷ്യൽ ടീച്ചേഴ്സ് ഒക്കെ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പേരൻസിനെ പഠിപ്പിച്ച് അവരോടൊപ്പം അവരെയും കോ തെറാപ്പിസ്റ്റ് ആക്കി, അങ്ങനെയാണ് ഈ പേരൻസിനെ കൂടെ ഇരുത്തി പരിശീലിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു സംവിധാനം. അപ്പൊ പേരൻസിന് കാര്യങ്ങൾ നമ്മൾ ഫിഷിംഗ് മാത്രമല്ല, ഫിഷിനെ പിടിച്ചു കൊടുക്കുകയല്ല, ഫിഷിംഗ് കൂടെ പഠിപ്പിക്കുക. എന്നാൽ കുട്ടികളെ പരിശീലിപ്പിക്കാനുള്ള നല്ല പരിശീലകരാക്കി അവരെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഒരു 4 മാസം 5 മാസം ജോലി വന്നാൽ തന്നെ ഈ കുഞ്ഞിന് മുന്നോട്ടുള്ള പരിശീലനം എങ്ങനെയായിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കാനും അത് തുടർന്ന് കൊണ്ടുപോകാനും ഒരു പേരന്റിന് കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് പക്ഷേ ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ 35-ലേറെ രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ ഇവിടെ വന്ന് വിസ എടുത്ത് കുട്ടികൾ ഇവിടെ വന്ന് താമസിക്കുകയാണ്. കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും UK നിന്നൊക്കെ ഈ ഇന്ത്യൻസ് അല്ലാത്ത പേരൻസ് പോലും ഇവിടെ വന്ന് താമസിച്ച് ട്രീറ്റ്മെന്റ് എടുത്ത് പോകുന്ന ഒരു ലെവലിലേക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ, ഏകദേശം 1 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾ ഈ ഒരു കാലയളവിൽ ഇവിടെ വന്ന് അവര് മുഖ്യധാരയിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കൈമുതലായിട്ടുള്ളത്. പലപ്പോഴും ഈ ഓട്ടിസം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല, പക്ഷെ കുറെ ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള തെറപ്പികൾ ചെയ്തിട്ടാണല്ലോ ഓട്ടിസ്റ്റിക് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. അപ്പോ ഈ പലപ്പോഴെങ്കിലും അല്ലെങ്കിൽ ചിലരെങ്കിലും ഈ ഇത്രയും കാശൊക്കെ തന്ന് ഞങ്ങൾ ഇത്രയും തെറാപ്പി ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് വിലപിക്കുന്ന പാരന്റ്സ് ഉറപ്പായിട്ടും ഉണ്ടാകില്ലേ? അപ്പൊ അവരെ എങ്ങനെയാണ് ഡോക്ടർ സമാധാനിപ്പിക്കുക? അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? നമുക്ക് ഇതിൽ 2 കാര്യങ്ങളാണ് പ്രധാനം. ഏറ്റവും സുപ്രധാനമായ കാര്യം, നമ്മൾ തെറാപ്പി അല്ലെങ്കിൽ ഏർലി ഇന്റർവെൻഷൻ തുടങ്ങുന്ന പ്രായം ഒരു 2 വയസ്സിലോ 2.5 വയസ്സിന് മുമ്പേ നമുക്ക് ഈ ഇന്റർവെൻഷൻ തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നമുക്ക് ഈ കുഞ്ഞിനെ ഒരു മുഖ്യധാര സ്കൂളിലേക്ക് എത്തിക്കാനുള്ള കഴിവ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നീടുള്ള രണ്ടാമത്തെ ഗ്രൂപ്പ് ഒരുപാട് സിവിയറിറ്റി ഉള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ അതിന്റെ ദൈർഘ്യം കൂടുതൽ എടുക്കും ഈ തെറാപ്പി അല്ലെങ്കിൽ പരിശീലനം. പക്ഷെ ദൈർഘ്യം കൂടുതൽ എടുത്താലും ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനങ്ങളാണെങ്കിൽ കുട്ടിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. സംസാരിക്കാനുള്ള കഴിവ് കുറച്ച് സാവകാശമേ കിട്ടുന്നുള്ളെന്ന് പറഞ്ഞാലും ഈ സിവിയറിറ്റി ഉള്ള കുട്ടികൾ ദൈനംദിന ജോലികൾ ചെയ്യാനുള്ള കാര്യപ്രാപ്തി അവർക്ക് നേരത്തെ കിട്ടും. സംസാരിക്കുന്നില്ല, എഴുതാനുള്ള കഴിവ് കിട്ടും. മനസ്സിലായില്ലേ? കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കിട്ടും. അങ്ങനെ ഒരുപാട് കഴിവുകൾ. ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു മുഖ്യധാരയിലേക്ക് കടന്നു വരണമെങ്കിൽ അവർക്ക് സംസാരത്തോടൊപ്പം തന്നെ പെരുമാറ്റവും സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളും ദൈനംദിന ജോലികൾ സ്വയം ചെയ്യാനുള്ള കഴിവ്, പഠിക്കാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, സമസ്ത മേഖലകളിലും അതാണ് നമ്മൾ സമഗ്രമായ വികാസം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ചെറിയ പ്രായത്തിൽ ഇന്റർവെൻഷൻ കിട്ടുകയാണെങ്കിൽ ഒരു വളരെ നല്ല ലെവലിലേക്ക് കുഞ്ഞുങ്ങളെ നമുക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ പറ്റും. ഒരിക്കലും ഈ സിവിയറിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ പോലും നല്ല റൈറ്റ് ഏജിൽ, അതായത് 2 വയസ്സിലോ 2.5 വയസ്സിലോ ഇന്റർവെൻഷൻ കിട്ടുകയാണെങ്കിൽ ദൈർഘ്യം കൂടുതൽ എടുക്കുമെങ്കിലും നമ്മൾക്ക് അവർ വളരെ വളരെ നല്ല പുരോഗതികൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. പിന്നെ ഏറ്റവും വലിയൊരു സംശയം, ഈ ഓട്ടിസ്റ്റിക് കുട്ടികളെ മെയിൻ സ്ട്രീമിൽ പഠിപ്പിക്കുന്നു, അവര് കൂടുതൽ ടെക്നോളജികളൊക്കെ അടുത്തറിയുന്നു, പക്ഷെ ഇവർക്കൊക്കെ ഒരു പ്രൊഫഷണൽ ആകാൻ കഴിയുമോ? അല്ലെങ്കിൽ പല പാരന്റ്സും ഞാൻ പറയുന്ന ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ പാരന്റ്സ് പറയുന്നത് ഒന്ന് ഒരു കണക്ക് എഴുതാൻ അറിയാമെങ്കിൽ ഒരു കടയിലെങ്കിലും നിർത്താമായിരുന്നു, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ നിർത്താമായിരുന്നു. അത്തരം വൈറ്റ് കോളർ ജോബ് ഒന്നും പറ്റില്ല എന്നൊരു ധാരണ ഈ പാരന്റ്സിന് ഉണ്ടോ? ചില പാരന്റ്സിനെങ്കിലും. അവരോട് എന്താണ് ഈ ഓട്ടിസ്റ്റിക് ദിനത്തിൽ? ഒരിക്കലും ഇല്ല. ഈ കുഞ്ഞുങ്ങള്, ഓട്ടിസം ഉള്ള കുട്ടികള് മുതിർന്ന പ്രൊഫസേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, സയന്റിസ്റ്റുകളായിട്ടുള്ളവരുണ്ട്, കമ്പ്യൂട്ടർ ടെക്നോളജി കൈകാര്യം ചെയ്യുന്നവരുണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഈ അടുത്ത കാലത്ത് 2 മാസം മുമ്പ് ഞാനൊരു കോൺഫറൻസിന് പോയപ്പോൾ അവിടെ മെയിൻ സ്പീക്കറായിട്ട് വന്ന പ്രൊഫഷണൽ, അതായത് ഈ പ്രൊഫസർ അമേരിക്കയിലെ വലിയൊരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹം സിവിയർ ഓട്ടിസം ഉള്ള ഒരാളായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീന് പോലും നമുക്ക് ഓട്ടിസം ഉണ്ടെന്നാണ് പറയുന്നത്, ചരിത്രം പറയുന്നത്. അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഓട്ടിസ്റ്റിക് ആയിരുന്നു. ഇത്രയും ലോകം അറിയുന്ന ഒരു സയന്റിസ്റ്റ് ആകാൻ കഴിവുള്ള, അത്രയും ബുദ്ധിയും താലന്തുകളും ഉള്ള കഴിവ് കുട്ടികളാണ് ഇവര്. നമ്മൾ അങ്ങനെ മാറ്റി നിർത്തേണ്ടവരല്ല. അവരുടെ കഴിവുകൾ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ്. അത് നമ്മൾ കണ്ടെത്തി അവരെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലേ? അവരൊരു പക്ഷേ സാധാരണ ഒരാളെ പോലെ തന്നെ ഒരുപാട് സോഷ്യലൈസ് ചെയ്യുന്നവരായിരിക്കണമെന്നില്ല. ഈ പ്രൊഫസറുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നേരിട്ട് ഒരു 2 മാസം മുമ്പ് ഇവിടെ വന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഒരുപാട് സോഷ്യലൈസ് ചെയ്യത്തില്ല, ഒത്തിരി കൂട്ടുകാരൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അയാളുടെ മേഖലയിൽ നല്ല കഴിവുള്ള ഒരാളാണ്. ഇപ്പോൾ ലോകത്തെമ്പാടും ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികളുണ്ട്. ഇത്ര ശതമാനം തൊഴിലുകൾ അവര് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ. മനസ്സിലായില്ല? അവരെ ട്രെയിൻ ചെയ്യാനും അവരെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ പരിശീലിപ്പിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവരെ മാറ്റി നിർത്തേണ്ടവരല്ല. അവരെ നമുക്ക് മുഖ്യധാരയിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നീട് ഈ ഒരുപാട് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു റൈറ്റ് ഏജിൽ ട്രീറ്റ്മെന്റ് കിട്ടാതെ 10 വയസ്സ് 12 വയസ്സ് 13 വയസ്സായിട്ട് നമ്മളുടെ സമൂഹത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പിന്തുണ കുറവാണ്.
നമ്മുടെ സമൂഹം അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കണമെന്ന് നിയമം ഉണ്ടെങ്കിലും സ്കൂളുകാർ അതിന് തയ്യാറാകുന്നില്ല, അല്ലെ മറ്റു പേരൻസിന് ഈ കുട്ടികളെ അവരോടൊപ്പം ഇരുത്താനായിട്ട് അവർ തയ്യാറാകുന്നില്ല. നമ്മുടെ സമൂഹമാണ് മാറേണ്ടത്. അപ്പം നമ്മൾ പലപ്പോഴും ഇപ്പം ദുബായിൽ ജുവൽ ഓട്ടിസം സെന്ററിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ കൺസൾട്ടേഷൻ പോയപ്പോൾ ഒരു പേരന്റ് പറഞ്ഞു, മലയാളി പേരന്റ് UK നിന്നും ദുബായിൽ വന്നിട്ട് കുഞ്ഞിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചീപ്പറായിട്ട് ഈ ട്രീറ്റ്മെന്റ് എടുക്കാമല്ലോ, എന്തുകൊണ്ട് ഈ ദുബായ് വന്ന് ഇവിടുത്തെ കോസ്റ്റ് ഒക്കെ അവിടെ വന്ന് താമസിച്ചിട്ട്? അവർ പറഞ്ഞതിന്റെ മറുപടി, ഞാൻ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലുള്ള ആളുകളും അയലോക്കത്തുള്ളവരും ആദ്യം ചോദിക്കും, കുഞ്ഞിനെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്, അവന്റെ പ്രോബ്ലം ശരിയായില്ലേ, എന്ത് ചികിത്സയാണ് നടക്കുന്നത്? ഈ സോഷ്യൽ സ്റ്റിഗ്മ കാരണമാണ് എപ്പോഴും എന്താ പറയുന്നത്, പേരൻസ് ഈ ഒരു സ്റ്റിഗ്മ ആണ് മാറേണ്ടത്. സമൂഹം അവരെ ഇപ്പം നമ്മളൊരു സ്കൂളിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ASD ഉള്ളൊരു കുഞ്ഞിനെ അവന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെല്ലാവരും അവരെ അക്സെപ്റ്റ് ചെയ്യും, അവരെ കൂട്ടുകൂടും, അവന്റെ കാര്യങ്ങൾ അവരോടൊപ്പം ചെയ്യുകയും അവരോടൊപ്പം കളിപ്പിക്കുകയും ചെയ്യും. പക്ഷെ പേരൻസ് ആണ് എന്തിന് ഈ കുട്ടികളെ അവർ അഡ്മിഷൻ കൊടുക്കുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വിടേണ്ട കാര്യമില്ല, അവർ സ്പെഷ്യൽ സ്കൂളിൽ പോകേണ്ടവരല്ലേ. അപ്പൊ സമൂഹമാണ് അവരെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലേ? നമ്മളിലുള്ള ഓരോ വ്യക്തികളും വ്യത്യസ്തമായ കഴിവുകളും കുറവുകളും ഉള്ളവരെ. എല്ലാവർക്കും പാട്ട് പാടാൻ കഴിയില്ല, എല്ലാവർക്കും കണക്ക് ചെയ്യാൻ കഴിയത്തില്ല, എല്ലാവർക്കും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാൻ കഴിയത്തില്ല. ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഒരുപാട് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളവരായിരിക്കണമെന്നില്ല. മനസ്സിലായില്ലേ? നന്നായിട്ട് സംസാരിക്കാനും കവിത എഴുതാനും വേണ്ട, അവര് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിക്കോളും, അല്ലെന്നുണ്ടെങ്കിൽ അവര് മാത്തമാറ്റീഷ്യൻ ആയിക്കോളും. പക്ഷെ അവർക്ക് നമ്മൾ അവരോടൊപ്പം, അപ്പം പേരൻസിന് ഒരു 10 വയസ്സോ 20 വയസ്സോ ഉള്ള ഒരു പേരന്റിന് അവരുടെ കുഞ്ഞുമായിട്ട് പോയി നല്ല പൂർണ്ണമായിട്ട് ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു സമൂഹത്തിൽ അല്ല ഗവൺമെന്റ് തലത്തിൽ അവരെ കൈകോർത്ത് പിടിച്ചിട്ട് അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരാനുള്ള പരിശീലനങ്ങളുമാണ് ഇത് വളരെ നമ്മുടെ നാട്ടിൽ കുറവായിട്ടുള്ളത്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ. കുറച്ചു പേർക്കെങ്കിലും ഇക്കാര്യത്തിൽ കുറച്ച് അജ്ഞത ഉണ്ടായിരുന്നിരിക്കണം. അതിൽ വളരെ കൃത്യമായി തന്നെ പാരന്റ്സിനാണെങ്കിലും ഒരു സമൂഹത്തിനാണെങ്കിലും പ്രത്യേകിച്ച് ഈ ഓട്ടിസ്റ്റിക് ഡേയിൽ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. വളരെ നന്ദി ഡോക്ടർ ആരോഗ്യസേവ. താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ ഓട്ടിസം ഡേയിലൂടെ ഈ കൂടുതൽ പേരൻസും മാതാപിതാക്കളും സമൂഹവും ഈ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് മുഖ്യധാരയിൽ എത്തിക്കാൻ കഴിയും. ചെറിയ പ്രായത്തിൽ ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്രോപ്പർ സ്ക്രീനിങ് ചെയ്ത് ഏർലി ഇന്റർവെൻഷനിലൂടെ അവരെ സ്കൂളിലേക്കും മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു നല്ല മെസ്സേജ് ഞങ്ങൾ ഇതിലൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനൊരു ഇന്റർവ്യൂവിൽ ഞങ്ങളെ ഗസ്റ്റായിട്ട് വിളിച്ച് വളരെ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.